നിങ്ങൾ ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കിഡിലൻ സമൂസൻ്റെ റെസിപ്പിയാണ്. ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ സൈസ് 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് കുഴച്ച് വെക്കാം. ഇവിടെ ഒരു 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചൂടുള്ള ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇത്ര ചൂട് വേണം കേട്ടോ, അതിൻ്റെ ചൂട് കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം അജുവേനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കരിഞ്ജീരകം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഓയിലെല്ലാം പൊടിയിൽ നല്ലപോലെ പിടിച്ച് മിക്സായി വന്നാൽ ഇതിങ്ങനെ കൂടി നിൽക്കും. ആ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കണ്ട് പൊടി കുഴച്ചെടുക്കുക. ഇത് അധികം സോഫ്റ്റും ആവരുത്, അധികം റഫും ആവരുത്. അങ്ങനത്തെ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ചൂടോടെ കൂടി തന്നെ പൊടിച്ചെടുക്കണം. ഞാൻ ഇതിൻ്റെ തോലും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ജീരകം, പച്ചമുളക്, ക്രഷ് ചെയ്ത പച്ചമല്ലി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് മിക്സാക്കി എടുക്കുക. ഇത് കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ നല്ല ചൂടായ പാത്രമാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം 1 ടീസ്പൂണോളം ആംചൂർ പൗഡർ അല്ലെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി മാവ് ഒന്ന് ഉരുളകളാക്കി എടുത്തിട്ട് ചപ്പാത്തി പരുവത്തിലൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തീൻ്റെ അത്രയും വലുപ്പം വേണ്ട കേട്ടോ. ഇവിടെ ചെറിയ സമൂസയാണ് ഉണ്ടാക്കുന്നത്, മിനി സമൂസയാണ്. ഇത്രയൊക്കെ വലുപ്പം മതി. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂടെ ഫില്ല് ചെയ്തെടുക്കാം. സമൂസ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫോൾഡ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മതി. നല്ല അടിപൊളി സ്റ്റൈലിൽ കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ തന്നെ. എല്ലാ സമൂസയും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പം തന്നെ ഇട്ട് കൊടുക്കണം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടരുത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ കോരിയെടുക്കാം. എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല, അത്രയ്ക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. എപ്പോഴും ഇങ്ങനെ തട്ടുകടയിലേക്ക് ഓടുന്നതിനും പകരം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ഒരു പച്ചമുളകും കൂടെ വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു ബൈറ്റ് സമൂസ, ഒരു ബൈറ്റ് പച്ചമുളക്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇളം ചൂടാവുമ്പം കഴിക്കണം കേട്ടോ, ചൂടോടെ കഴിക്കരുത്. അപ്പോൾ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, തൊള്ള പൊള്ളിപ്പോവും. എന്നാൽ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ